മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട 33 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. RupeeMonk എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ വീഡിയോകൾ തരുന്ന ചാനലാണ്. ആ കാര്യം നിങ്ങൾക്ക് താല്പര്യമാണ്. അതുപോലെ നിങ്ങൾ ഈ ചാനലിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടെ ഉപകാരപ്പെടും. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു 33 കാര്യങ്ങളും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ചെറിയ കറക്ഷൻസുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് മെയിലുണ്ട്, കാണാത്തവർക്ക് അത് ഉപയോഗിക്കുക. അത് രണ്ടാമത്തെ പാർട്ടാണ്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അതായത് നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ ചിലർ പറയാറുണ്ട്, 1 ലക്ഷം രൂപ എനിക്ക് കിട്ടി, ഞാൻ എന്ത് ചെയ്യണം? ഒറ്റയടിക്ക് അങ്ങ് ഒരു മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അതിൽ നിക്ഷേപിക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾക്ക് എത്ര രൂപ കിട്ടിയാലും അതിനെ 4 5 ഗഡുക്കളാക്കുക. ചെറിയ എമൗണ്ട് ആണെങ്കിൽ 2 3 ഗഡുക്കളാക്കുക. ഇപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000-ൻ്റെ 4 സെഗ്മെൻ്റ് ആക്കിയിട്ട് 4 ഡിഫറെൻറ്റ് മാസങ്ങളിലായിട്ട് ഒരേ ഫണ്ടിൽ നിക്ഷേപിക്കുക. അങ്ങനെ ചെയ്യുകയായിരിക്കും കൂടുതൽ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 1 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അന്ന് മാർക്കറ്റ് വളരെയധികം ഉയരത്തിലാണെന്ന് കരുതുക. ആ മാർക്കറ്റ് തുടർന്ന് ഒരു മാസത്തേക്ക് താഴ്ന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇട്ടിട്ടുള്ള 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു മാസം കഴിയുമ്പോൾ എത്രയാവും? 80,000 75,000 ഒക്കെ ആവുന്ന ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും. ആ ഒരു റിസ്ക് ഒഴിവാക്കുന്നതിനായിട്ടാണ് നമ്മൾ പറയുന്നത്, വലിയ എമൗണ്ടുകൾ ഒരിക്കലും ഒറ്റയടിക്ക് നിക്ഷേപിക്കരുത്, സെക്ഷനായിട്ട് നിക്ഷേപിക്കുക. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിൻ്റാണ്, നമ്മളുടെ പല സുഹൃത്തുക്കളും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതായത് ഈ SIP ചെയ്യുന്നതിനും നല്ലതല്ലേ കൃത്യമായിട്ട് NAV താഴ്ന്നു വരുമ്പോൾ നിക്ഷേപിക്കുന്നതെന്ന്. അത് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെ സമയം ഉണ്ടാവണമെന്നില്ല അല്ലേ. ഒരു മ്യൂച്വൽ ഫണ്ടിനെ ഡെയിലി ട്രാക്ക് ചെയ്യാനും അതിൻ്റെ NAV കുറഞ്ഞോ കൂടിയോ ഒന്നും നോക്കുന്നതിന് ചിലപ്പോൾ എല്ലാവർക്കും സമയം ഉണ്ടാവില്ല. സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ മിക്കവാറും കൂടുതൽ ആളുകളും മറ്റുള്ള ജോലികളിലൊക്കെ പെട്ടിട്ടുള്ളവരായതുകൊണ്ട് ആ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സേവിങ് നടക്കുന്നതിനായിട്ടാണ് SIP ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പരമാവധി SIP ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ NAV കുറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ എമൗണ്ട് നിക്ഷേപിക്കുന്ന തരത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തൊന്നും കുഴപ്പമില്ല. പക്ഷേ അതത്ര അഡ്വൈസബിളാണ്. പല ഫണ്ടുകളിലും പല പല മാറ്റങ്ങൾ വരാറുണ്ട്. അതായത് ഫണ്ടുകളിൽ വരുന്ന മാറ്റങ്ങൾ എന്താ? ഫണ്ടുകളുടെ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്കുകളാണുള്ളതെന്ന് അറിയാമല്ലോ അല്ലേ. കൂടുതൽ വലിയ സ്റ്റോക്കുകളാണെങ്കിൽ അതിനെ ലാർജ് ക്യാപ്പ് എന്ന് പറയും, ബ്ലൂ ചിപ്പ് കമ്പനികൾ എന്നൊക്കെ, ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഫണ്ടുകൾ ചിലപ്പോൾ വലിയ സ്റ്റോക്കുകൾ മാറ്റി ചെറിയ സ്റ്റോക്കുകളാക്കും. അപ്പോൾ അതിൻ്റെ സ്വഭാവം മാറി ലാർജ് ആൻഡ് മിഡ് ക്യാപ്പായി മാറും. അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ ഫണ്ടുകളുടെ സ്വഭാവ മാറ്റം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ഫണ്ടുകളിലും മാറ്റം വരുന്നത് കൃത്യമായിട്ടും നമ്മളെ അറിയിക്കണമെന്ന് ഒരു സെബിയുടെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഒരു മിഡ് ക്യാപ്പ് ഫണ്ടായിരുന്നു, നാളെ മുതൽ ലാർജ് ക്യാപ്പ് ഫണ്ടായിട്ടാണ് ആക്ട് ചെയ്യുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ ഉദ്ദേശം എന്താണോ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശം എന്താണോ അതിന് മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫണ്ടിൽ കണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഫണ്ടിലേക്ക് മാറുക എന്നുള്ള ഡിസിഷനൊക്കെ എടുക്കണം കേട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാനേജർമാർ മാറുക എന്നുള്ളത്, ഫണ്ട് മാനേജർമാർ. അതായത് എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും നിയന്ത്രിക്കുന്നത് ഒരു പ്രത്യേക വ്യക്തിയോ 1 2 വ്യക്തികളോ ഒക്കെ കൂടിയിട്ടാണ് മെയിനായിട്ട് കേട്ടോ. അവർക്ക് വേറെ ടീമുകളൊക്കെ ഉണ്ടാവും, പക്ഷേ മെയിനായിട്ട് ഡിസിഷൻ വരുന്നത് അങ്ങനെയുള്ള ഫണ്ട് മാനേജർമാരുടെ അടുത്തു നിന്നാണ്. അവരുടെ മാറ്റം ഫണ്ടുകളെ വളരെയധികം ബാധിക്കാറുണ്ട്. ചിലതിനെ ദോഷകരമായിട്ട് ബാധിക്കും, ചിലതിനെ നല്ലതായിട്ട് ബാധിക്കും. അപ്പോൾ ഫണ്ട് മാനേജർമാർ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഫണ്ട് മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ആ ഫണ്ടിൽ നിന്ന് മാറി മറ്റൊരു ഫണ്ടിലേക്ക് മാറുകയോ അല്ലെങ്കിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ടുകൾ ചൂസ് ചെയ്യുകയൊക്കെ ആയിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ ഒരു 100 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 1 രൂപ എക്സ്പെൻസായിട്ട് പോവും. നമ്മൾ ബ്രോക്കർ വഴിയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഏകദേശം 1 രൂപയോളം ആ ബ്രോക്കർക്കും കമ്മീഷൻ പോകും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ എക്സ്പെൻസ് റേഷ്യോ എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചില ഫണ്ടുകൾക്ക് 2.5% എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്, ചിലതിന് 0.5% ഒക്കെ
എക്സ്പെൻസ് റേഷ്യോ ഉള്ളൂ. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു ലോങ് ടൈമിലേക്കാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഈ ഒരു 1.5% അല്ലെങ്കിൽ 1% എന്നൊക്കെ പറഞ്ഞാൽ ലോങ് ടൈമിലേക്ക് അതൊരു വലിയ എമൗണ്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർമാർക്കാണ്. അവർ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ, മ്യൂച്വൽ ഫണ്ടിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ്, ആ സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി എന്താണ്, ആ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളുടെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് സാധിക്കുന്നവർ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്കതിനുള്ള സഹായങ്ങൾ അതുപോലുള്ള സഹായങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ച് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഉണ്ട് എന്നറിയാലോ അല്ലേ? ആ ടാക്സിനെ പറ്റി അറിവുള്ളവരായിരിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പണം പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കാനും ഒരു വർഷത്തിന് മേളിലാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ടാക്സുകളെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പൈസ പിൻവലിക്കാൻ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിനെയും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിനെയും പറ്റിയിട്ട് നമ്മൾ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സിറ്റ് ലോഡിനെ പറ്റി അറിവുള്ളവരാവുക എന്നുള്ളതാണ്. എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ നമ്മൾ പൈസ പിൻവലിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഒരു പെനാൽറ്റി പോലെ 1% പൈസയോ 2% പൈസയോ അവർ പിടിച്ചിട്ടേ ബാക്കിയുള്ള പൈസ തരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഈ അതിനെയാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുക. അങ്ങനെ എക്സിറ്റ് ലോഡുള്ള സമയത്ത് പിൻവലിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1% 2% നഷ്ടം വരും. അപ്പോൾ എക്സിറ്റ് ലോഡ് നോക്കിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പണം പിൻവലിക്കുക. മുൻപ് എൻട്രി ലോഡ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു അഡീഷണൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ അടയ്ക്കണമായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് എൻട്രി ലോഡിനെ പറ്റി ഭയക്കണ്ട. പക്ഷേ എക്സിറ്റ് ലോഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മിക്കവാറും ഫണ്ടുകളിൽ 1 വർഷമായിരിക്കും എക്സിറ്റ് ലോഡ്. ആ 1 വർഷത്തിനുള്ളിൽ നമ്മൾ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പൈസ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് തരുള്ളൂ. അത് ശ്രദ്ധിക്കണം. അതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുടെ ചാർജുകൾ എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ കാണാനായിട്ട് ഇമെയിലിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. നമ്മൾക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിവുണ്ട് എന്നുണ്ടെങ്കിലും മറ്റുള്ള ബ്രോക്കർമാരെയോ ഡീലർമാരെയോ ഒന്ന് സമീപിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണ്ട. നമുക്ക് നേരിട്ട് തന്നെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഗ്രോ ആപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസ് വഴിയോ ഡയറക്റ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ? നമുക്ക് 1% ലാഭം അതിൽ നിന്ന് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അറിവുണ്ടായിട്ടും ഈ ജിയോജിത്തോ അല്ലെങ്കിൽ സെരോദയോ അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളെ ബേസ് ചെയ്തുകൊണ്ട് ചില ആൾക്കാർ ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഒന്നും സർവീസുകൾ എടുക്കാനായിട്ട് പോകണ്ട. അതിന് പകരം നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അറിവുള്ളവർ. മനസ്സിലായി? അങ്ങനെയാകുമ്പോൾ നമുക്ക് ആനുവലി 1% ലാഭം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. മ്യൂച്വൽ ഫണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ആയിരിക്കണം വാങ്ങേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ തിരക്കിട്ട് മ്യൂച്വൽ ഫണ്ട് വാങ്ങാനൊന്നും നോക്കണ്ട. മനസ്സിലായില്ലേ? നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്ര തിരക്കിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനൊന്നും നോക്കണ്ട. നമുക്ക് എന്തെങ്കിലും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റിന് തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു ക്ഷമ കാണിക്കുക. മനസ്സിലായില്ലേ? ക്ഷമ കാണിച്ചിട്ട് അത് വളരാനായിട്ട് അതിനെ അനുവദിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓരോരുത്തർക്കും ഓരോരോ റിസ്ക് പ്രൊഫൈലുണ്ട് കേട്ടോ. അതായത് എനിക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ എൻ്റെ റിസ്ക് എടുക്കാനുള്ള കഴിവ് കുറച്ച് കുറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും റിസ്ക് എടുക്കാനുള്ള കഴിവ് എന്ന് പറയുകയാണെങ്കിൽ വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാനുള്ള കഴിവിന് അനുസരിച്ച് മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. വലിയ റിസ്ക് എടുക്കാൻ, അതായത് എൻ്റെ പണം നഷ്ടപ്പെട്ടു പോകുന്നത് എനിക്ക് ജീവൻ പോകുന്നതിന് തുല്യമാണ് എന്നൊക്കെ കരുതുന്ന ആൾക്കാർ റിസ്ക് എടുക്കാൻ കഴിവ് കുറവുള്ളവരാണ് അല്ലേ? അങ്ങനെയുള്ളവർ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ബ്ലഡ് പ്രഷർ കൂടും, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട്
നമ്മളുടെ റിസ്ക് പ്രൊഫൈൽ എന്താണോ അതിനനുസരിച്ച് നിക്ഷേപിക്കുക. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വർഷത്തെയോ അല്ലെങ്കിൽ ഒരു മാസത്തെയോ അല്ലെങ്കിൽ ഒരു 2 മാസത്തെയോ 6 മാസത്തെയോ ഒന്നും ഇതിൻ്റെ പ്രവർത്തനം വെച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് വെച്ച് മ്യൂച്വൽ ഫണ്ടുകൾ അളക്കരുത് കേട്ടോ. അതായത് എല്ലാ മാർക്കറ്റ്സും ഒരു സൈക്ലിക്കൽ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോകും, അത് കഴിഞ്ഞിട്ടൊരു കയറ്റം, പിന്നെ വീണ്ടും ഇറക്കം, അങ്ങനെ ഒരു സൈക്ലിക്കൽ രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ആ സൈക്ലിക്കൽ മൂവ്മെൻറ്റ് മനസ്സിലാക്കിയാൽ തന്നെ നമ്മളുടെ ആ ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടുള്ള പേടി മാറും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, കുറേശ്ശെ എമൗണ്ട്, ചെറിയ എമൗണ്ട് കുറേ കാലത്തേക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് നിക്ഷേപിക്കുക എന്ന് പറയാനായിട്ടുള്ള കാരണം അതാണ്. നമ്മൾക്ക് ലോൺ എടുത്ത് മ്യൂച്വൽ ഫണ്ട് വാങ്ങരുതെന്ന് ആദ്യമേ പറഞ്ഞു അല്ലേ. അതുപോലെ നമുക്ക് ലോണൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോണുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ നിർത്തിയിട്ട് വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്, മനസ്സിലായില്ലേ. അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എമർജൻസി ഫണ്ടുകൾ FD ആയിട്ടോ SB ആയിട്ടോ ഒക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പരമാവധി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മളുടെ ബാക്കിയുള്ള എമൗണ്ട് മൊത്തം മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം അടുത്ത മാസമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ ഒരു സമ്പാദ്യമില്ല, എല്ലാം മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് മ്യൂച്വൽ ഫണ്ട് ക്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീഡീം ചെയ്തിട്ട് വേണ്ടി എടുക്കാനായിട്ട് അല്ലേ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ സമയത്ത് മാർക്കറ്റ് ഡൗൺ ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളുടെ കാശ് നഷ്ടമാണ് അവിടെ. അതുകൊണ്ട് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ സേവിങ്സ് ബാങ്കിലൊക്കെ നമ്മൾക്ക് അത്യാവശ്യം വരാൻ സാധ്യതയുള്ള എമൗണ്ട് കീപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതായിരിക്കും ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത്യാഗ്രഹം അരുത് കേട്ടോ. അതായത് അത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പല ഫോൾസ് പ്രോമിസും കൊടുക്കുന്നുണ്ട്. 18% ലാഭം കിട്ടും, 20% ഈ ഫണ്ടിൽ ലാഭം കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഒരു ലാസ്റ്റ് 10-20 വർഷത്തെ ഒരു ഡേറ്റ നോക്കുമ്പോൾ 12-15% സാധാരണ ഗതിയിലൊക്കെ കിട്ടാനുള്ള ഒരു ഗ്രോത്ത് പാറ്റേൺ, മനസ്സിലായില്ലേ. അപ്പോൾ അതിൽ കൂടുതലൊക്കെ കിട്ടും, ഇന്ന സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കോഷ്യസ് ആയിട്ട് മാത്രം നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ആക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സംഭവം ആയതുകൊണ്ട് അതിൽ നഷ്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇട്ട പൈസ കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളിൽ, ഇപ്പോൾ കുറച്ച് റിയൽ എസ്റ്റേറ്റ് ആയാൽ കുഴപ്പമില്ല, കുറച്ച് ഗോൾഡ് ആയാൽ കുഴപ്പമില്ല, കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, അതിൻ്റെ ഒപ്പം മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ ഒരു ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളായിരിക്കും നന്നാവുക. 31ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും മ്യൂച്വൽ ഫണ്ടുകൾ ഒരു ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ പരമാവധി കാണാതിരിക്കുക. ഷോർട്ട് ടേം ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് സാധാരണ നിലയ്ക്ക് നിങ്ങൾ മറ്റുള്ള FDകളോ RDകളോ ഒക്കെ ചെയ്യുകയായിരിക്കും കൂടുതൽ നല്ലത്. മ്യൂച്വൽ ഫണ്ടുകളിലും ചില സ്കീമുകളുണ്ട് ഷോർട്ട് ടേം ഇതിന് പറ്റിയത്. പക്ഷേ ഒരു മൊത്തത്തിലുള്ളൊരു എളുപ്പത്തിന് ഷോർട്ട് ടേം ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ആയിരിക്കും നന്നാവും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താ വെച്ചാൽ, ഒരു ലോങ് ടേം ആവശ്യങ്ങൾക്കായിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകൾ കൂടുതൽ യോജിക്കുക എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. 32ാമത്തെ കാര്യം, ഒരിക്കലും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് മറ്റൊരാൾക്ക് അയാളുടെ പേരിൽ ചെക്ക് കൊടുക്കരുത് കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാം, ഞാൻ HDFC ബാങ്കിൻ്റെ അല്ലെങ്കിൽ HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഫണ്ടിൽ ഞാൻ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഇപ്പോൾ ചെക്ക് വഴിയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ആ ചെക്ക് കൊടുക്കേണ്ടത് HDFC മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ കുമാരൻ എന്ന് പറഞ്ഞൊരു ബ്രോക്കർ വരികയാണ്, എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപിക്കാം, ചെക്ക് എൻ്റെ പേരിൽ തന്നാൽ മതി. അപ്പോൾ എന്താണ് പേയബിൾ ടു കുമാരൻ 10,000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുമാരന് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കാൻ വേണ്ടി മാത്രമല്ല മറ്റെന്ത് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം അല്ലേ. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിനുള്ള എമൗണ്ട് ക്യാഷ് ആയിട്ടായാലും ഇതായിട്ടായാലും എന്തായിട്ടായാലും ആ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് അഡ്രസ്സ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, കൃത്യമായിട്ടുള്ള അറിവ് ഉള്ളവരെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളും അതിൻ്റെ ട്രാക്കിങ്ങിനെ പറ്റി നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ്. അതായത് മുറിവൈദ്യന് ആളെ കൊല്ലുന്ന കേട്ടിട്ടില്ലേ. അതുകൊണ്ട് പകുതി അറിവുമായിട്ടിരിക്കുന്ന ആൾക്കാരെ നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിന് നമ്മൾ പണത്തിനെ പറ്റിയുള്ള സജഷൻ ചോദിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇൻവോൾവ് ചെയ്യാതിരിക്കുക.
ഇപ്പോൾ നമ്മളുടെ വീഡിയോസും നമ്മളുടെ കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ള ആസ്ക് റുപ്പീമോങ്ക് സർവീസ് നിങ്ങൾക്ക് അതുപോലുള്ള ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ആസ്ക് റുപ്പീമോങ്ക് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. ആ നമ്പറുകളിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ് നമുക്ക് തരാനായിട്ട് ശ്രമിക്കാം. മ്യൂച്വൽ ഫണ്ടുകൾ പോലെ തന്നെ ഒരു തവണ രീതിയിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ചിട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ചിട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടല്ല, നമുക്കൊരു ലോൺ എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ചിട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ചിട്ടികളിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചിട്ടികൾ എന്താണ്, ചിട്ടികൾ നല്ലതാണോ മോശമാണോ എന്നുള്ള പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അതുപോലെ RupeeMonk മറ്റ് വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.